സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് വിജയം. സെവിയയെ നേരിട്ട റയൽ മാഡ്രിഡ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. എംബാപ്പയും ബെല്ലിംഗ്ഹാമുമാണ് റയലിനായി ഗോളുകൾ നേടിയത്. സെവിയയുടെ മൈതാനത്ത് 12-ാം മിനിറ്റിൽ എംബാപ്പയെ ഫൗൾ ചെയ്തതിന് ലോയിക് ബെർട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. 10 പേരായി ചുരുങ്ങിയെങ്കിലും ആദ്യ പകുതിയിൽ സെവിയ ഗോൾ വഴങ്ങിയില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇസാക് റൊമേറോയും റെഡ് കാർഡ് കണ്ട് പുറത്തായി. 9 പേരായി ചുരുങ്ങിയ സെവിയയ്ക്കെതിരെ 75-ാം മിനിറ്റിൽ എംബാപ്പയുടെയും 87-ാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിന്റെയും ഗോളുകളിൽ റയൽ മാഡ്രിഡ് വിജയം ഉറപ്പാക്കി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 63% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 16 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്, 571 പാസുകൾ, 90% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 6 ഷോട്ടുകൾ മാത്രമാണ് സെവിയയ്ക്ക് തൊടുക്കാനായത്. അതിൽ 1 ഷോട്ട് മാത്രമായിരുന്നു ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. ബാഴ്സലോണ കിരീടം ഉറപ്പിച്ച ലീഗിൽ 37 മത്സരങ്ങളിൽ നിന്ന് 81 പോയിന്റുമായി റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്ത് തുടരുകയാണ്. 41 പോയിന്റുമായി സെവിയ ലീഗിൽ 16-ാം സ്ഥാനത്താണ്. ലീഗിലെ അവസാന മത്സരത്തിൽ റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണബ്യൂവിൽ റയൽ സോസിഡാഡിനെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.